प्यारे दोस्तों, आदाब। 9वीं जमात के उर्दू ऑनलाइन क्लासेस सबको खैर मुकद्दम। कैसे आप लोग? ठीक है ना? ओके, बहुत अच्छा। हमने पिछले क्लास में यानी गुजरे क्लास में हमने हमारा उर्दू के पहला यूनिट के पहला सबक हमने पढ़ा था। उसमें दिल की आंखें नामक एक दुआया नज़म हमने पढ़ा। नाज़ान जमशेदपुरी लिखा हुआ उस नज़म के पहले एक छोटी सी कहानी यानी एक बात बताया कि भगवान दास नामक एक गरीब आदमी अपने ख़ानदान के लिए यानी अपने अखराजात के लिए पैसा मिलने के लिए क्या किया था, उनका काम क्या था, उन्होंने मछली को मिलने के लिए अपने जाल फेंका था। कैसे फेंका? उन्होंने सुबह से शाम तक अपने जाल फेंका, बल्कि एक मछली भी उनके जाल में न फंसा। और क्या किया? उन्होंने बहुत दुख से अपने ख़ानदान में यानी अपने घर में पहुंचा। उस वक्त उस घर में क्या नज़ारा था? उनके घर के बरामदा में क्या किया? अपनी बीवी बागमती और बेटी सावित्री ने दिया जलाकर पूजा कर रही थी। उस वक्त वो पूजा के एक नज़्म हमने पढ़ा था। मैंने बताया नाज़ाम ജംഷീദ്പുരി का एक നസം. ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പഠിച്ചു ഒന്നാമത്തെ പാഠത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ദുആഇയ നസം നമ്മൾ ചർച്ച ചെയ്തു. അതിൻ്റെ മുന്നിലായിട്ട് ചെറിയൊരു കഥ പോലെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതായത് അതിലുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെയായിരുന്നു? ഭഗവാൻ ദാസും ഭഗവാൻ ദാസിൻ്റെ ഭാര്യയായിട്ടുള്ള ബാഗ്മതിയും മകൾ സാവിത്രിയുമായിരുന്നു. അതിലിങ്ങനെയായിരുന്നു പറയുണ്ടായിരുന്നത്, ഭഗവാൻ ദാസ് രാവിലെ മുതൽ വൈകുന്നേരം വരെ മീനെ പിടിക്കാൻ വേണ്ടി മത്സ്യത്തെ പിടിക്കാൻ വേണ്ടി വല വീശി, പക്ഷേ ഒരു മത്സ്യത്തെ പോലും കിട്ടാതെ അയാൾ വളരെ ക്ഷീണിച്ചുകൊണ്ട് അതുപോലെ തന്നെ വളരെ ദുഃഖത്തോടു കൂടെ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരികയാണ് അല്ലേ. മടങ്ങി വരുന്ന സമയത്ത് കാഴ്ച കാണുന്നത് വീടിൻ്റെ വരാന്തയിൽ ഇരുന്നിട്ട് തൻ്റെ ഭാര്യയായിട്ടുള്ള ബാഗ്മതിയും മകളായുള്ള സാവിത്രിയും എന്ത് ചെയ്യാണ്? വിളക്കൊക്കെ കത്തിച്ച് പൂജ ചെയ്യുകയായിരുന്നു. ആ പൂജാ സമയത്ത് അവർ പാടുന്ന അവരുടെ ആ ഒരു പ്രാർത്ഥന ഗീതമാണ് നമ്മൾ പഠിച്ചത്. നാസാൻ ജംഷേദ്പുരി എന്ന് പറയുന്ന ഉറുദു കവി എഴുതിയിട്ടുള്ള ആ ഒരു നല്ല മനോഹരമായ ദുആഇയ നസ്മാണ് നമ്മൾ പഠിച്ചത് അല്ലേ. നമ്മൾ രണ്ടാമത്തെ പാഠത്തിലേക്ക് കടക്കാൻ പോവാണ്. हमारा दूसरा सबक का उन्वान यह है कि सब्र का फल मीठा होता है. सब्र का फल मीठा होता है. क्या है सब्र? सब्र क्या है? सब्र हमने हमारा मादुरी जुबान में यानी मामूल में हम हर दिन बोलता है सबूर अല്ലേ. ഒന്ന് സബൂറാവെന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്താ സബൂർ? സബൂറാവെന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക. बहुत अच्छा वही है, उर्दू में भी सब्र तो वही है, क्षमा अല്ലേ. मीठा क्या है? सबको मालूम है मीठा. क्या है मीठा? अच्छा, മധുരം അല്ലേ. സബ്ർ का फल मीठा होता है. എന്താണ്? ക്ഷമയുടെ ഫലം എന്ന് പറയുന്നത്, ക്ഷമയുടെ റിസൾട്ട് എന്ന് പറയുന്നത് മധുരമുള്ളതാണ് എന്നുള്ളതാണ് അല്ലേ. अच्छा, अभी आपको एक तस्वीर देख सकता है, मैं दिखाऊंगा आपको. एक तस्वीर देख सकता है आपको. क्या 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 है उसमें? क्या कर रहा है उसमें? थोड़ा लोग है, अब्बा है, अम्मी है और दादा है, दादी है और दो बच्चे लोग भी है, एक लड़का और लड़की भी है. ठीक है, उन्होंने क्या कर रहा है? दिया जलाता है ना, दिया जला रहा है. अच्छा, बहुत अच्छा. ठीक है, एक बार भी मैं बताऊं क्या हमारा उन्वान सब्र का फल मीठा होता है. ക്ഷമയുടെ റിസൾട്ട് എന്ന് പറയുന്നത് മധുരമുള്ളതെന്നാണ്. നമ്മൾ ക്ഷമിച്ച് കാത്തിരുന്നാൽ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ്? നല്ല മധുരമുള്ള റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. നമുക്ക് നോക്കാം, പാഠഭാഗത്തേക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഞാനത് വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ അർത്ഥവും പറഞ്ഞു പോവാം. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഓക്കെ. रात का खाना खाकर भगवान दास सोने गया. रात का खाना खाकर भगवान दास सोने गया. सिंपल ആണ് അല്ലേ. क्या है? रात का खाना, भगवान दास रात का खाना खाया. हम दिन में 3 बार यानी 4 बार नहीं क्या कर रहा है? खाना खाता है. वही है. अभी रात का खाना खाकर भगवान दास सोने गया. खाकर रात का खाना खाकर सोने गया. सारा दिन धूप में काम करते करते वह थक गया था, फिर भी उसको नींद नहीं आई. क्या है?
रात का खाना खाकर भगवान दास सोने गया. रात का खाना खाकर भगवाൻ ദാസ് सोने गया. സിമ്പിളാണല്ലേ. രാത്രിയിലെ ഭക്ഷണം കഴിച്ചിട്ട് അത്താഴം കഴിച്ചിട്ട് എന്ത് ചെയ്തു? ഭഗവാൻ ദാസ് സോനെ ഗയ. ഭഗവാൻ ദാസ് ഉറങ്ങാൻ കിടന്നു. സാരാ ദിൻ ധൂപമേ കാം കർത്തേ കർത്തേ. സാരാ ദിൻ, ദിൻ എന്ന് പറഞ്ഞാൽ എന്താ? ദിവസം എന്നൊരർത്ഥമുണ്ട്, പകൽ എന്നൊരർത്ഥമുണ്ട്. സാരാ ദിൻ ധൂപമേ കാം കർത്തേ കർത്തേ. പകൽ മുഴുവൻ ധൂപ് തൊക്കെ അച്ഛാ വെയിലിൽ ജോലി ചെയ്ത് എന്തായിരുന്നു? ബുദ്ധഗയാത്ത, അദ്ദേഹം എന്തെങ്കിലും ക്ഷീണിച്ചു പോയിരുന്നു എന്നുള്ളതാണ്. ഫിർ ബി ഉസ്കോ നീന്ത് നഹി ആയി. ഫിർ ബി ഉസ്കോ നീന്ത് നഹി ആയി. എന്നിട്ടും അത്ര ക്ഷീണിച്ച് ജോലി ചെയ്തിട്ടും ഫിർ ബി ഉസ്കോ നീന്ത് നഹി ആയി, എന്നിട്ടും അദ്ദേഹത്തിന് എന്ത് വന്നില്ല? ഉറക്കം വന്നില്ല എന്നുള്ള. ഉത്തനെ മേം ഇസ്കി ബീവി ഘർ കെ കാം കാജ് थकी हारी कमरे में आई. ഉത്തനെ മേം ഉസ്കി ബീവി, അപ്പോഴേക്ക് എന്തായി? അദ്ദേഹം ഉറങ്ങാൻ വേണ്ടി കിടന്നു. അപ്പോഴേക്ക് ഉസ്കി ബീവി ഘർ കെ കാം കാജ് थकी हारी कमरे में आई. ആ വീട്ടിലുള്ള ജോലികളൊക്കെ ചെയ്ത് തക്കി ഹാരി, വളരെ ക്ഷീണിച്ചുകൊണ്ട് കമരമേ ആയി, അവരുടെ റൂമിലെത്തി. रात में जब बाल बच्चे सो जाते तो आधी रात तक अक्सर दोनों मियाँ बीवी बैठकर आपस में घर के सुख दुख की बातें किया करते थे. रात में जब बाल बच्चे सो जाते तो, രാത്രിയിൽ जब ബാൽ ബച്ചോ സോ ജാത്തേ തോ, എപ്പോഴാണോ കുട്ടികളും രാത്രിയിൽ കുട്ടികളും ആ ഫാമിലിയും, ബാൽ ബച്ച എന്ന് പറഞ്ഞാൽ ഫാമിലി, അവരുടെ കുടുംബം എല്ലാവരും എന്ത് ചെയ്ത് ഉറങ്ങുന്നത്? തോ ആദി രാത്രിക്ക്, അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാലും അർദ്ധരാത്രി വരെ അക്സർ ദോനോ മിയാ ബീവി ബൈഠ്കർ ആപ്പസ് മേം ഘർ കെ സുഖ ദുഃഖ കെ ബാത്തേം കിയാ കർത്തേ തേ. എന്ത് ചെയ്തിരുന്നു? ആ ഭാര്യയും ഭർത്താവും, ഭഗവാൻ ദാസും അവരുടെ ഭാര്യയും ഭാഗ്മതിയും അർദ്ധരാത്രി വരെ എന്തുണ്ടായിരുന്നു? അവർ തമ്മിൽ പരസ്പരം വീട്ടിലെ സുഖദുഃഖങ്ങൾ പരസ്പരം സംസാരിക്കുമായിരുന്നു എന്നുള്ള. വീട്ടിലെ പ്രയാസങ്ങളും വീട്ടിലെ സന്തോഷങ്ങളും എല്ലാം പരസ്പരം അവർ സന്തോഷം കൈമാറുമായിരുന്നു, അല്ലെങ്കിൽ സങ്കടങ്ങൾ കൈമാറുമായിരുന്നു എന്നുള്ള. बागमती घर के सुख दुख में हमेशा अपना शौहर का साथ देती थी. बागमती घर के सुख दुख में, വീട്ടിലുള്ള സുഖത്തിലും ദുഃഖത്തിലുമെല്ലാം ഹമേഷ എപ്പോഴും അപ്പിനെ ഷോഹർ ക സാത്ത് ദേത്തി ഥി. എന്തായിരുന്നു? സുഖത്തിലും ദുഃഖത്തിലൊക്കെ തൻ്റെ ഷൗഹറിൻ്റെ കൂടെ, തൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുമായിരുന്നു എന്നുള്ള. അപ്പോൾ മുസ്കുരാത്തി ഹുയി കഹിനെ ലഗി, അവരെന്ത് ചെയ്തു? ചിരിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി അല്ലേ? അവർ ചിരിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി. എന്ത്? ഭഗവാൻ ദാസിനോട് പറയാണ്, ഉറങ്ങാതെ കിടക്കാണ്, ക്ഷീണിച്ചു വന്നിട്ടല്ലേ. യെ ക്യാ സോച്ച് രേ ഹേ മേരെ സർദാജ്, അബ് തക് നീന്ത് നഹി ആയി ക്യാ? യെ ക്യാ സോച്ച് രേ ഹേ മേരെ സർദാജ്, യെ ക്യാ സോച്ച് രേ ഹേ മേരെ സർദാജ്, അബ് തക് നീന്ത് നഹി ആയി ക്യാ? എന്തെങ്ങനെ ആലോചിച്ചിരിക്കണം അല്ലേ? എന്തത്ര കൂടുതൽ ആലോചിച്ചിരിക്കാനുള്ളത്? അബ് തക് നീന്ത് നഹി ആയി ക്യാ? ഇപ്പോഴും ഉറക്കം വന്നിട്ടില്ലേ എന്നുള്ള. ഇത്ര ക്ഷീണിച്ചു വന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുക, എന്തെങ്ങനെ ആലോചിച്ചിരിക്കാനുള്ളത്? ഇപ്പോഴും ഉറക്കം വന്നിട്ടില്ലേ? नींद कैसे आएगी बागी, എൻ്റെ ബാഗി, നീന്ത് കൈസെ ആയേഗി, എങ്ങനെ എനിക്ക് ഉറക്കം വരാം? ആകെ ദീപാവലിക്ക് രാത്ത് ആയേഗി നാ, ആകെ ദീപാവലിക്ക് രാത്ത് ആയേഗി നാ. ഇനി എന്താ അടുത്ത രാത്രി, എന്താ തൊട്ടടുത്ത രാത്രി വരാൻ പോകണം? എന്ത്? ഒരു ദീപാവലിയുടെ ദിവസം വരാൻ പോവാണ് അല്ലേ? ദീപാവലി വരാൻ പോവാ. ഹം കൈസെ ദിയാ ജലായെങ്കിൽ, ദീപാവലി വന്നാൽ ദീപാവലിയിൽ പിന്നെ അങ്ങനെയുള്ള വിശ്വാസത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യും? നന്നായിട്ട് വീടിന് ചുറ്ററും ദീപം തെളിയിക്കും അല്ലേ? അതിനൊരുപാട് ചിലവുണ്ട്, പണത്തിന് ചിലവുണ്ട്. അതായത് ആ ദീപം തെളിയിക്കാനുള്ള എണ്ണ വേണം അല്ലേ? അപ്പൊ ചോദിക്കുകയാണ്, ഹം കൈസെ ദിയെ ജലായെങ്കിൽ, നമ്മൾ എങ്ങനെ വിളക്ക് കത്തിക്കാം? ദിയ എന്ന് പറഞ്ഞാൽ വിളക്ക്. ഹം കൈസെ ദിയെ ജലായെങ്കിൽ, നമ്മൾ എങ്ങനെ വിളക്ക് കത്തിക്കും? ഹമാരെ ആൻസുओं से ദീപ് ജല सकते हैं क्या? ഹമാരെ ആൻസുओं से, എന്താ ആൻസു? കണ്ണുനീര് അല്ലേ? ഹമാരെ ആൻസുओं से ദീപ് ജലാ सकते हैं क्या? നമ്മുടെ കണ്ണുനീര് വെച്ച് വിളക്ക് കത്തിക്കാൻ പറ്റുമോ? ജലാന എന്ന് പറഞ്ഞാൽ കത്തിക്കല്ലേ? ഓക്കെ. अब उतने उदास क्यों है, अब उतने उदास क्यों हैं, दिल व दिमाग का सुकून क्यों बर्बाद करते हैं? अब इतने उदास क्यों है? നിങ്ങൾ എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നു? ഇതിന് ഇങ്ങനെ ടെൻഷൻ ആവേണ്ട ആവശ്യം? ദിൽ വ ദിമാഗ് കോ സുക്കൂൻ ക്യോं ബർബാദ് കർത്തേ? ദിൽ വ ദിമാഗ്, എന്താ ദിൽ എന്ന് പറഞ്ഞാൽ മനസ്സ്, ദിമാഗ് എന്ന് പറഞ്ഞാലും ചിന്ത അല്ലെങ്കിൽ ബുദ്ധി, മനസ്സ് എന്നുള്ള അർത്ഥം തന്നെ. ഈ ബുദ്ധി മനസ്സിനൊക്കെ നിങ്ങൾ സുക്കൂൻ ക്യോं ബർബാദ് കർത്തേ? അതിൻ്റെ ആ സമാധാനം, ആ മനസ്സിൻ്റെ സമാധാനം എന്തിനാ വെറുതെ നശിപ്പിക്കുന്നത്? ജിന്ദഗി മേം ഐസി മുഷ്കിൽ ഘടിയാം ആത്തി ഹി രഹത്തി ഹെ.
എന്താണ്? ജിന്ദഗി മേം ഐസി മുഷ്കിൽ ഘടിയാം ആത്തി ഹി രഹത്തി ഹെ മേരെ സർദാജ്. ഇവിടെ സർദാജിനോട് പറയാണ്. സർദാജ് എന്ന് പറഞ്ഞാൽ ബഹുമാനത്തോടു കൂടി ഭർത്താവിനെ വിളിക്കുകയാണ് അല്ലേ? സർദാജ്. നമ്മൾ ബഹുമാനത്തോടു കൂടി ആരെ വിളിക്കുമ്പോഴും സർദാജ് എന്ന് വിളിക്കാം. അല്ലയോ സർദാജ്, നമ്മളെന്താണ്? ജിന്ദഗി മേം ഐസി മുഷ്കിൽ ഘടിയാം ആത്തി ഹി രഹത്തി ഹെ. ജീവിതത്തിൽ പലപ്പോഴും എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള മുഷ്കിൽ ഹി ഘടിയാം, പ്രയാസമുള്ള സമയങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലേ? വരാം. ബാഗ്മതിനെ നിർമ്മീസെ കഹ, വളരെ നൈർമല്യത്തോടു കൂടെ പറഞ്ഞു, അല്ലേ സർദാജ്, നമുക്ക് ജീവിതത്തിൽ ചിലപ്പോൾ പ്രയാസങ്ങളൊക്കെ വന്നേക്കാം. നമ്മൾ എന്തിനാ അങ്ങനെ ഈ മനസ്സിനെ ടെൻഷനാക്കുന്നത്? മനസ്സിൻ്റെ സമാധാനം എന്തിനാ കളയുന്നെന്ന് വളരെ നല്ല രീതിയിൽ സമാധാനിപ്പിച്ച് പറഞ്ഞു കൊടുത്തു. ഹം കൈസെ സുക്കൂൻ സെ ബൈഠേങ്കെ ബാഗ്മതി. തിരിച്ച് ഭഗവാൻ ദാസ് ചോദിക്കാണ്, ഹം കൈസെ സുക്കൂൻ മേ ബൈഠേങ്കെ ബാഗ്മതി. നമ്മൾ എങ്ങനെ സമാധാനത്തിൽ ഇരിക്കും ബാഗ്മതി എന്നുള്ളത് ബാഗ്മതിയോട് ചോദിക്കുകയാണ്. ഹം കൈസെ സുക്കൂൻ മേ ബൈഠേങ്കെ ബാഗ്മതി. നമ്മൾ എങ്ങനെ സമാധാനത്തിൽ ഇരിക്കും ബാഗ്മതി. സുക്കൂൻ എന്ന് പറഞ്ഞാൽ സമാധാനം. അച്ഛാ, അഗലെ മഹീനെ മേം സാവിത്രി കാ ഇംതിഹാൻ ഹെ. എന്താ അഗലെ മഹീനെ മേം സാവിത്രി കാ ഇംതിഹാൻ? സിമ്പിളാണ് അല്ലേ? അഗലെ മഹീന, എന്താ മഹീന എന്ന് പറഞ്ഞാൽ? അച്ഛാ, മാസം. നമ്മൾ കഴിഞ്ഞ വർഷം ഒരുപാട് പഠിച്ചതാണ് അല്ലേ? അഗലെ മഹീനെ മേം സാവിത്രി കാ ഇംതിഹാൻ ഹെ. അടുത്ത മാസം എന്താണ്? സാവിത്രിയുടെ പരീക്ഷ വരാൻ പോവാണ്. അടുത്ത മാസം സാവിത്രിയുടെ പരീക്ഷ വരാൻ പോവാണ്. അബ് തക് ഉസ്കി ഫീസ് അദാ നഹീ കർ പായ. അബ് തക് ഉസ്കി ഫീസ് അദാ നഹീ കർ പായ. അബ് തക് ഇതുവരെ ഉസ്കി ഫീസ് അദാ നഹീ കർ പായ. അവളുടെ ഫീസ്, സാവിത്രിയുടെ പരീക്ഷാ ഫീസ് അടക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? എങ്ങനെ പിന്നെ നമ്മൾ സമാധാനത്തിലിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ബേട്ടി ഹർ ദിൻ ജിദ് കർത്തി ഹെ. ബേട്ടി ഹർ ദിൻ ജിദ് കർത്തി ഹെ. മോളെന്താണ്? എല്ലാ ദിവസവും വാശി പിടിക്കുകയാണ്. എല്ലാ ദിവസവും പൈസക്ക് വേണ്ടി വാശി പിടിക്കുകയാണ്. അബ് സബുർ കീജിയെ, അബ് സബുർ കീജിയെ. ഭഗവാൻ ഹമാരെ ലിയെ കോയി ന കോയി ഹൽ ജറൂർ നിക്കാലേഗ. സബുർ കാ ഫൽ മീഠാ ഹോത്താ ഹൈ. അബ് സബുർ കീജിയെ. ഭർത്താവിനോട് പറയാണ് ബാഗ്മതി, അബ് സബുർ കീജിയെ, ഒന്ന് ക്ഷമിക്ക്. ഭഗവാൻ ഹമാരെ ലിയെ കോയി ന കോയി ഹൽ ജറൂർ നിക്കാലേഗ. ഭഗവാൻ, ദൈവം നമുക്ക് എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു പരിഹാരം കാണിച്ചു തരും അല്ലേ? നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു മാർഗങ്ങൾ നമുക്ക് കാണിച്ചു തരും എന്നുള്ളതാണ്. ഹൽ എന്ന് പറഞ്ഞാൽ പരിഹാരം. സബുർ കാ ഫൽ മീഠാ ഹോത്താ ഹൈ. സബുർ കാ ഫൽ മീഠാ ഹൈ. യേ തും ക്യാ കഹ രഹേ ഹോ ബാഗ്മതി? ये तुम क्या कह रहे हो बागमती? भूखे पेट कैसे सब्र होगा? दिखावे की इज्जत और शराफत से क्या फायदा? തിരിച്ചു ചോദിക്കണം. അപ്പോൾ എന്ത്? ये तुम क्या कह रहे हो बागमती? എന്താ ബാഗ്മതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഭൂക്കെ പേട്ട് കൈസെ സബുർ ഹോഗെ. ഭൂക്കെ പേട്ട് കൈസെ സബുർ ഹോഗ. വിശന്നിരിക്കണ വയറ് അല്ലെ? വിശന്നിരിക്കണ വയറ് കൈസെ സബുർ ഹോഗ. എങ്ങനെ ക്ഷമിക്കാനാ? എത്ര കാലം നമ്മൾ വിശപ്പ് സഹിക്കും? എത്ര സമയം നമ്മൾ വിശപ്പ് സഹിക്കും? ദിക്കാവേക്ക് ഇസ്സത്ത് ഔർ ഷറാഫത്ത് സെ ക്യാ ഫായിദ? ദിക്കാവേക്ക് ഇസ്സത്ത് ഔർ ഷറാഫത്ത്, ഈ പുറത്ത് കാണിക്കുന്ന ദിക്കാവ എന്ന് പറഞ്ഞാൽ പുറത്ത് കാണിക്കുന്ന. ദിക്കാവേക്ക് ഇസ്സത്ത് ഔർ ഷറാഫത്ത് സെ ക്യാ ഫായിദ? ഈ പുറത്ത് കാണിക്കുന്ന ഈ അന്തസ്സിലും അഭിമാനത്തിലൊക്കെ എന്ത് കാര്യമുള്ളത്? ഇസ്സത്ത് ഔർ ഷറാഫത്ത്, അഭിമാനത്തിലും ഈ പുറത്ത് കാണിക്കുന്ന മാന്യതയിലും ക്യാ ഫായദ? എന്തുപകാരം നമുക്ക് കിട്ടാനുള്ളത്? എന്ത് കാര്യം നമുക്ക് കിട്ടാനുള്ളത്? दूसरों की तरह हमें भी आराम चाहिए, पेट भर खाना चाहिए. आखिर कब तक हम अपने अरमानों को गिला ढूंढते रहेंगे? दूसरों की तरह हमें भी आराम चाहिए. दूसरों की तरह हमें भी आराम चाहिए. മറ്റുള്ളവരെ പോലെ ഹമേം ബി ആരാം ചാഹിയെ, നമുക്കും എന്ത് വേണം? ഒരു സുഖങ്ങളൊക്കെ വേണം അല്ലേ? ഒന്ന് വിശ്രമിക്കണം, നല്ല രീതിയിൽ കുറച്ച് സുഖങ്ങളൊക്കെ നമുക്കും കിട്ടണം. പേട്ട് ബർ ഖാനാ ചാഹിയെ. പേട്ട് ബർ, വയറ് നിറയെ ഭക്ഷണം കഴിക്കണം അല്ലേ? ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആഖിർ കബ് തക് ഹം അപ്നെ അർമാനോ കാ ഗിലാ ഗൂണ്ട്തേ രഹേംഗെ. അവസാനം ഏതുവരെ നമ്മുടെ അർമാൻ, ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ തൊടാതെ വിഴുങ്ങിക്കൊണ്ടിരിക്കും? നമ്മുടെ ആഗ്രഹങ്ങൾ എത്ര കാലം നമ്മൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കും, ഉപേക്ഷിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഭർത്താവിനോട് തിരിച്ചു ചോദിക്കണം, അപ്ന പേട്ട് ജാൻവർ ബി ഭർ ലേത്തെ ഹന. ഒരു മൃഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അപ്ന പേട്ട് ജാൻവർ ബി ഭർ ലേത്തെ ഹന. മൃഗങ്ങൾ വരെ അവരുടെ
വയറ് നിറക്കുന്നില്ല, പിന്നെ എന്തിനാ നിങ്ങൾ ടെൻഷനാവുന്നത്? നമ്മൾ മനുഷ്യന്മാരല്ലേ. ആദ്മി വഹീ ഹെ ജോ ആദ്മി കാ കാമായി. ആദ്മി വഹീ ഹെ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവരാണ്. എങ്ങനത്തെ ആളുകളാണ്? ജോ ആദ്മി കെ കാമായി, മനുഷ്യരെ സഹായിക്കുന്നവരാണ്. മനുഷ്യർ എന്ന് പറഞ്ഞാൽ മനുഷ്യർ പരസ്പരം സഹായിക്കാളാണ് അല്ലേ. നമ്മൾ ആരെങ്കിലുമൊക്കെ സഹായിക്കും. ഖുദാസെ ദുആ കീജിയെ, ദൈവത്തോട് പ്രാർത്ഥിച്ചാലും. കെ അപ്പിനെ ഖാന ഷെരീഫാന രഹെ, നമുക്ക് കിട്ടുന്ന ഭക്ഷണം എപ്പോഴും പവിത്രമായ ഭക്ഷണമാവണം, നല്ല ഭക്ഷണമാവണം അല്ലേ. നമ്മൾ പറയും ഹക്കും ബാത്തിലൊക്കെ വേണം അല്ലേ ഭക്ഷണത്തിൽ. അതാ പറഞ്ഞത് ഖുദാസെ ദുആ കീജിയെ അപ്പിനെ ഖാന ഷെരീഫാന രഹെ, നമുക്ക് കിട്ടണ ഭക്ഷണം എപ്പോഴും എന്താവണം? സത്യസന്ധമായ ഭക്ഷണമാണ് അല്ലേ. ആരുടെയും പറ്റിച്ച ഭക്ഷണമൊന്നും ആവാൻ പാടില്ല. അതാ പറയുന്നത് ജൂട്ട് ചോരി ഔർ റിശ്വത് സെ പാക്ക് രഹെ. ദൈവത്തോട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം, നമ്മുടെ ഭക്ഷണം എന്താവണം? ജൂട്ട്, നമ്മൾ കട്ടെടുത്ത ഭക്ഷണം, കളവ് പറഞ്ഞ ഭക്ഷണം ആവാൻ പാടില്ല. ചോരി ഔർ റിശ്വത്ത് സെ പാക്ക് രഹെ, കട്ടെടുത്ത ഭക്ഷണം ആവാൻ പാടില്ല. കളവ് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ച ഭക്ഷണം ആവാൻ പാടില്ല. കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അഴിമതി നടത്തിയിട്ടുള്ള ഭക്ഷണവും നമുക്ക് കിട്ടാൻ പാടില്ല. കൈക്കൂലി വാങ്ങിച്ചിട്ടോ ഒന്നും നമ്മൾ നമ്മുടെ ഭക്ഷണത്തിന് എല്ലാം അതിൽ നിന്നും എന്താണ് മാറി നിൽക്കുന്നതാവണം. അതിൽ നിന്നെല്ലാം സംരക്ഷിക്കപ്പെട്ട ഭക്ഷണമാവണമെന്ന് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഖുദാസെ ദുആ കീജിയെ, ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കണം അതിനു വേണ്ടി. हमारी थोड़ी बहुत ईमानदारी और सब्र व रिज़ा के सबब लोग हमारी इज्जत करते हैं. हमारी थोड़ी बहुत ईमानदारी, നമ്മളെ വളരെ ചെറിയ എന്തുണ്ടാവും? ഈമാൻദാരി, നമ്മളെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഈമാൻദാരി. എന്താ ഈമാൻദാരി? സത്യസന്ധത. അവർ സബുർ വ റിസ, ക്ഷമയും ഈ എന്താ പറയുക കാത്തിരിക്കലും, അതല്ലെങ്കിൽ ഉള്ളതിന് തൃപ്തിപ്പെടുക. റിസ എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെടുക എന്നുള്ള അർത്ഥം. സബുർ വ റിസാക്കെ സബബ് ലോഗ് ഹമാരി ഇസ്സത്ത് കർത്തേ. നമ്മളെന്ത് ചെയ്യും? നമ്മുടെ ഈ സത്യസന്ധതയും നമ്മുടെ ഈ ക്ഷമിക്കലും ഉള്ളതിലുള്ള തൃപ്തിപ്പെടലും എല്ലാം എന്തുണ്ടാവും? ഉസ്കെ സബബ് ലോക ഹമാരി ഇസ്സത്ത് കർത്തേ. അത് കാരണം എന്ത് ചെയ്യും? ജനങ്ങൾ നമ്മളെ ബഹുമാനിക്കും, ജനങ്ങൾ നമ്മളെ വകവെക്കും അല്ലേ. ജനങ്ങൾ നമ്മളെ മനുഷ്യന്മാരായിട്ട് കരുതും. നമ്മൾ സത്യസന്ധരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ കളവ് പറയുന്നവരോ അല്ലെങ്കിൽ നമ്മൾ കൊള്ള ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളെ മനുഷ്യരായിട്ട് പോലും അവർ പരിഗണിക്കൂല. ലോക ഹമാരി ഇസ്സത്ത് കർത്തേ, മനുഷ്യർ നമ്മളെ, ബാക്കിയുള്ള ആളുകൾ നമ്മൾ എന്ത് ചെയ്യും? ഇസ്സത്ത് കർത്തേ, ബഹുമാനിക്കും എന്നുള്ളതാണ്. വർണ്ണ ഹമേ കോൻ പൂച്ഛത, ഇല്ലെങ്കിൽ നമ്മൾ ആർക്കാ വേണ്ടത്? നമ്മൾ ആര് ചോദിക്കും? നമ്മളെക്കുറിച്ച് ആരെങ്കിലും ചോദിക്കോ? വർണ്ണ അങ്ങനെ അല്ലെങ്കിൽ ഹമേ കോൻ പൂച്ഛത, നമ്മളെക്കുറിച്ച് ആര് ചോദിക്കാനാ? ബാഗ്മതി ने बड़ी आजिज़ी से अपने शौहर को बताया. ബാഗ്മതി വളരെ ഭവ്യതയോടുകൂടെ, വളരെ ആജിസീസ്, വളരെ ബഹുമാനത്തോടുകൂടെ, ഭവ്യതയോടുകൂടെ അപ്പിനെ ഷൗഹർക്കോ ബതായ, തൻ്റെ ഷൗഹറിനോട് പറഞ്ഞു, തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു എന്നുള്ളതാണ്. अभी आपको समझ गया होगा इस कहानी में कौन कौन है और क्या क्या है, आपको सब समझ गया होगा. सब्र का फल मीठा होता है. इसमें क्या कौन है? भगवान दास है और अपनी बीवी बागमती है, बेटी सावित्री भी है. उन्होंने बहुत गरीब ख़ानदान से, उनके ख़ानदान बहुत गरीब है और उन्होंने अपना घर के अखराजात आगे चलाने के लिए बहुत मुश्किल से चल रहा है. क्या है? अभी अगले दिन सावित्री का इम्तिहान का फीस आने वाला है, यानी वो फीस अब तक अदा नहीं किया. वो फीस के लिए क्या कर रहा है? बेटी जिद कर रहा है. उस इतनी मुश्किल में भी क्या कर, अपनी बीवी बागमती ने भगवान दास को क्या देता है? एक मदद देता है. नहीं तो क्या अपनी दुख में क्या अपनी शौहर के साथ ही रहती है. वो वही है बात. और मुश्किल से भी क्या बीवी ने बताया, आप दुआ, खुदा से दुआ कीजिए. हम क्या करना चाहिए? कोई भी मुश्किल है तो ज़िंदगी में कभी कभी अच्छा वक्त आता है और कभी कभी बुरा वक्त भी आता है. ऐसा मुश्किल घड़ियाँ आने के वक्त हम क्या करना चाहिए? हम सब्र करना चाहिए. वही बताया, सब्र का फल मीठा होता है. രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കുക അല്ലേ. രണ്ട് വാചകങ്ങളാണ്. സബുർ കാ ഫൽ മീഠാ ഹോത്താ ഹെ और ആദ്മിക്ക് കാം ആയേ എന്നുള്ള രണ്ട് വാചകങ്ങളുണ്ട്. സബുർ കാ ഫൽ മീഠാ ഹോത്താ ഹെ तो क्या,
ക്ഷമയുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത് മധുരമുള്ളത് എന്നുള്ളതാണ്. സബുർ കാ ഫൽ മീഠാ ഹോത്താ ഹൈ, യാനി मैं बताया जिंदगी में हर वक्त हमको अच्छा नहीं होगा, कभी कभी मुश्किल वक्त भी आएगा, कभी कभी मुश्किल घड़ियां भी आएगा. उस वक्त हम सब्र करेगा तो हमको ज़रूर क्या मिलेगा, अच्छा फल मिलेगा, ഇനി അച്ഛ ബാത്തേ മിലേഗ. ജീവിതത്തിൽ നമ്മുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ക്ഷമിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ്, നല്ല റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ് സബർ കാ ഫൽ മീഠാ ഹോത്താ ഹൈ എന്നുള്ളത്. അതേപോലെ തന്നെ ആദ്മി വഹി ഹെ ജോ ആദ്മി കെ കാമായി, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മനുഷ്യൻ്റെ കാമായി ജോലിയിൽ വരുന്നവരാണ്, അതായത് മനുഷ്യൻ്റെ സഹായിക്കുന്നവരാണ്. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു മനുഷ്യനെ സഹായിക്കുന്നവർ എന്നുള്ളത് എന്നൊക്കെയാണ്. അതെല്ലാമാണ് ഈ പാഠത്തിൽ ആകത്തുകയായിട്ട് നിങ്ങൾ പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഹംകോ ഫിർ മിലേംഗെ. ഖുദാ ഹാഫിസ്.